എറണാകുളം തൃക്കാക്കരയിൽ നിന്നാണ് ആ കൗതുകകരമായ വാർത്ത വരുന്നത്. കഴിഞ്ഞ ദിവസം വരെ SIR എന്യൂമറേഷൻ ഫോമുകളുമായി വീടുകളിൽ കയറി ഇറങ്ങിയിരുന്ന റസീന ജലീൽ ഇനി വീടുകളിൽ എത്തുന്നത് വോട്ട് തേടിയാണ്. തൃക്കാക്കര നഗരസഭയിലെ 125 ബൂത്തിലെ BLO ആണ് ആശാ വർക്കർ കൂടിയായ റസീന. വളരെ അപ്രതീക്ഷിതമായാണ് റസീന കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചത്. അപ്പോൾ പിന്നെ ആ ഉത്തരവാദിത്തം കൂടെ ഭംഗിയായി നിറവേറ്റാനുള്ള ആവേശത്തിലാണ് റസീന. സിറ്റിംഗ് കൗൺസിലറും CPM ഏരിയ കമ്മിറ്റി അംഗവുമായ അജുന ഹാഷിമാണ് ഇവിടെ റസീനയുടെ എതിർ സ്ഥാനാർത്ഥി. ഇന്നലെ വരെ BLO ആയിരുന്നു. ഇന്നിപ്പോൾ തൃക്കാക്കര 48-ാം ഡിവിഷനിലെ സ്ഥാനാർത്ഥിയാണ്. റസീനയെ പരിചയപ്പെടാം. അപ്പോൾ കഴിഞ്ഞ ദിവസം വരെ BLO ആയിരുന്നു. ഈ BLOമാരുടെ സമ്മർദ്ദമൊക്കെ വലിയ വാർത്തയാവുന്നൊരു സാഹചര്യമാണ്. അതിനൊപ്പം നേരത്തെ തന്നെ നാട്ടുകാർക്ക് സുപരിചിതയാണ് ആശാ വർക്കർ എന്നുള്ള നിലയിൽ. എങ്ങനെ തോന്നുന്നു മത്സരം നല്ല ടൈറ്റ് ആയിരിക്കും ഈ പ്രാവശ്യത്തെ മത്സരം. പിന്നെ BLO എന്ന നിലയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ നമ്മൾ രണ്ടും കൂടി ഒരുമിച്ച് പോകുന്നുണ്ട് മുന്നോട്ട്. BLO എന്നുള്ള രീതിയിൽ സമ്മർദ്ദത്തിൽ കൂടെയാണ് പോണത്. തീർച്ചയായും നല്ല സമ്മർദ്ദമുണ്ട്. കാരണം ഒത്തിരി പേർക്ക് സംശയങ്ങൾ ഭയങ്കരമായിട്ട് കൂടിയാണ് ഓരോ ദിവസവും വരുന്നത്. പിന്നെ വോട്ട് കട്ട് ചെയ്ത് പോയ ആളുകളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഇനി പൗരത്വം നഷ്ടപ്പെടുമോ എന്നുള്ള ചോദ്യങ്ങൾ വരെ നമുക്ക് വരുന്നുണ്ട്. ഈ സമയബന്ധിതമായിട്ട് തീർക്കാൻ പറയുമ്പോഴും ഈ രാവിലെ ഇറങ്ങി വൈകുന്നേരം വീട്ടിലേക്ക് പോകാമെന്നുള്ളൊരു അവസ്ഥയായിരിക്കില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് കുടുംബവും പാർട്ടി പ്രവർത്തനവും ഈ BLO പ്രവർത്തനമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത്? എല്ലാത്തിനും കുറച്ച് സമയം കണ്ടെത്തിയിട്ടാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് റസീന പെട്ടെന്നൊരു സ്ഥാനാർത്ഥിയായി മാറിയത്? പ്രവർത്തനം ഉണ്ട് കോൺഗ്രസ്സിൽ. പിന്നെ INTUCയുടെ പ്രവർത്തകയാണ്, യൂണിയനിലൊക്കെ ഉള്ളതാണ്. പിന്നെ മഹിളാ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ജനങ്ങൾക്കും കൂടിയുള്ള ഇത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയായിരുന്നു പാർട്ടി സ്ഥാനാർത്ഥിയാക്കി അങ്ങനെ ഒരു നിർണ്ണയിക്കാനുള്ളൊരു റീസണിലേക്ക് വരുന്നത്? മഹിളാ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് എന്ന രീതിയിൽ സജീവ പ്രവർത്തിയാണ്. ഒത്തിരി സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ തന്നെയാണ് സജീവം പോകുന്നത്. മാത്രമല്ല ഇപ്പോൾ BLOയും ആശാ വർക്കർ എന്ന രീതിയിൽ സുപരിചിതയാണ് ആൾ. ആ രീതിയിൽ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയോടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പല ഉത്തരവാദിത്തങ്ങളാണ് റസീന എന്ന സ്ഥാനാർത്ഥിക്ക്. അതായത് ആശാ വർക്കർ എന്നുള്ള രീതിയിലുള്ള ഒരു തിരക്ക്, അതിനൊപ്പം BLO എന്നുള്ള നിലവിൽ BLO ആണ്. അതുകൊണ്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് വരെയും ആ BLO പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണം. ഒപ്പം വോട്ട് പിടിക്കാനുള്ള നെട്ടോട്ടോ. മനോജ് PLനൊപ്പം മുസ്നാസു, മീഡിയ 1, കൊച്ചി.